അപ്പോൾ നമ്മൾ നമ്മളുടെ വേദിയിലെത്തി. വീണ്ടും നമ്മുടെ ക്രിസ്മസ് സീരീസിന്റെ 6ാം ദിവസം. ഇന്ന് നമ്മൾ പാചകമൊന്നുമല്ല, ഇന്ന് നമ്മളൊരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒത്തിരി കാലമായിട്ട് എന്നോട് നമ്മുടെ ചാനൽ തുടങ്ങിയ 3 വർഷമായിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. സിമ്പിൾ ആയിട്ടൊന്നും ചെയ്തു, വലിയ ആർഭാടമായിട്ടൊന്നും ഞാൻ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തില്ല. എന്നിട്ടും നിങ്ങൾക്ക് ആവശ്യത്തിനെല്ലാം മനസ്സിലാവുന്ന പോലെ കാണാവുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്, അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ആ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ പറ്റുന്ന വീഡിയോ അല്ല, കാരണം ടിപ്സോ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല. ഇത് നിങ്ങൾക്ക് കുറെ ആവശ്യപ്പെട്ടവർക്കും എന്നോട് റിക്വസ്റ്റ് ചെയ്തവർക്കും അറിയേണ്ടവർക്കും അറിയാനായിട്ടുള്ള ഒരു വീഡിയോയാ. നല്ല വീഡിയോയാ, സൂപ്പറാ. അപ്പൊ എല്ലാവരും അത് കണ്ടിട്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യം കാണല്ലേ. എന്താണെന്നറിയാം, വളരെ കഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാൻ ഈ കാലയളവിൽ. എന്ന് വെച്ചാൽ ഒത്തിരി തിരക്കിനിടയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഞാനിങ്ങനെ വീഡിയോസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തില്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്ക് വീഡിയോ എടുക്കണം, യൂട്യൂബിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാലേ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയല്ലേ, അവർക്ക് ജീവിക്കാൻ വേണ്ടി അല്ലേ, സമയം പോക്കിന് ടൈം പാസിങ്ങിനല്ലല്ലോ. അപ്പൊ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഇൻട്രോ നീളിക്കുന്നില്ല, കാരണം ഇൻട്രോ കൂടുതൽ അങ്ങോട്ട് വലിയ ലെങ്ത് ആക്കുന്നില്ല. ഇന്നത്തെ ഈ വീഡിയോ നല്ല സ്പെഷ്യൽ, ഒരു സൂപ്പർ, ഒത്തിരി കാലമായിട്ട് 3 വർഷമായിട്ട് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട് ഒരു വീഡിയോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ആരൻ രാവിലെ കമ്പൈൻ സ്റ്റഡിക്ക് പോയ പ്രൊജക്ട് വർക്ക് ചെയ്യാനോട് കൂട്ടുകാരൻ്റെ അടുത്ത് പോയത്. ഇനി രാത്രി അവൻ്റെ ചർച്ചിലെ ഒരു മീഡിയയുടെ പ്രാക്ടീസ് ഒക്കെ ഉണ്ട് എല്ലാ സാറ്റർഡേ ഈവനിങ്ങിൽ 4 തൊട്ട് 6 വരെ. അതും കഴിഞ്ഞ് ഓട്ടോ വിളിച്ച് തന്നെ വന്നോളൂ. 4 വരെ കൂട്ടുകാരൻ്റെ അടുത്തിരുന്ന് പഠിക്കും. ഇവിടുന്ന് 1.5 കിലോമീറ്റർ പോയാൽ മതി. രാവിലെ ഓട്ടോയ്ക്ക് പോയി. അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, സൂപ്പറാണ്. പുള്ളി എന്നെപ്പറ്റി പറയുന്നത് അതിനകത്തോടെ ചിരിച്ചു. ഞാനങ്ങ് പെട്ടെന്ന് പേടിച്ചു. എന്നിട്ട് പറഞ്ഞു ആ ചുമ്മാതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവൻ ചുമ്മാ പറഞ്ഞു. ആ ഷോർട്സ് ഞാൻ ഇച്ചിരി ഇട്ടിട്ടുണ്ട്. കാണണേ. തോട്ടി മീനുണ്ടോ? അയ്യോ, ഞാനും നോക്കട്ടെ. എന്നിട്ട് തന്നെ നേരത്തെ പറയാഞ്ഞേ ആണോ? ഞാൻ നോക്കട്ടെ. പണ്ട് ഉണ്ടോ ഇവിടെ ഞാൻ നിന്ന് ആരനെ ബൈ പറയുന്ന രാവിലെ സ്കൂളിൽ പോകുമ്പോൾ. ഇന്ന് സാറ്റർഡേ അവധിയല്ലേ. ഞങ്ങളുടെ ഇവിടെ താഴെക്കണ്ട തോട് ഇത് ഭയങ്കര വൈഡായിട്ടുള്ള തോടായിരുന്നേ. ഇപ്പം ഇങ്ങനെ ഞെരുക്കിയതാണ്, കാരണം കൊച്ചു പിള്ളേരെല്ലാം ഇങ്ങനെ തോട്ടിലിറങ്ങുന്നതുകൊണ്ട്. ഞാൻ കണ്ടില്ല മീൻ, പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ അങ്ങ് ചാലിങ്ങനെ അങ്ങ് പോവും, അങ്ങ് പഞ്ചായത്തിൻ്റെ റോഡിൽ ചെല്ലും. ഇങ്ങനെ ഇത് തോട്ടത്തിനകത്തുള്ളതാണ്. തോട്ടത്തിലൊരു ഓലിയുണ്ട്, അത് നിറഞ്ഞ് കവിഞ്ഞ് വരുന്നത് കണ്ടോ തോട്. ആ പുറകെ വന്നു മോനെ, രഞ്ജിത്തങ്ങൾ പുറകെ വന്നു. അവിടെ നിന്നോ. അയ്യോ പാവ ഇറങ്ങി വന്നു മോനെ. അങ്കിളാണ്ട് അവിടെ വന്നു. ഇതുണ്ട്, അതാ ഞങ്ങളുടെ കാർ ഇറങ്ങുന്ന വഴി. അങ്ങോട്ട് വയ്ക്കോ, അങ്ങോട്ട് പോയി. പാവം പെട്ടെന്ന് പറഞ്ഞ ഉടനെ വന്നു. വീട്ടിലോട്ട് ഇറങ്ങി വരുവാണേ. ആ അങ്ങ് വെക്കോ. ആ 2 മിനിറ്റ് കൊണ്ട് വിളിച്ചപ്പോഴേ വന്നു. ഇവിടെ തൊട്ടടുത്തോളാം. മോൻ ഇവിടെയാണ് വരുന്നെന്നോർത്ത് ഈ സ്റ്റെപ്പ് കയറി നിന്നു. ആ മുമ്പോട്ട് നടന്നോ, പോയിട്ട് വാ. ഇതുണ്ട് മെയിൻ റോഡാതെ. ആരും നിന്ന് കൈ കാണിച്ചില്ലേ? അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ എളുപ്പം മെയിൻ റോഡിൽ എങ്ങാനും ഓട്ടോ വന്ന് ഇറങ്ങുമോ എല്ലാം ചെയ്താൽ, ബസ്സേ വന്ന് ഇറങ്ങുമോ ഒക്കെ ചെയ്താൽ നമ്മുടെ ഈ വാതിക്കേ നിർത്താണ്ടോ ട്രാവലർ പോയുണ്ട്, അവിടെ ആ വാതിക്കേ നിർത്തും. എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഇതാ, അത്രയേ ഉള്ളൂ. ഇതാ കണ്ടോ, പുറയിൽ ഓട്ടോ വന്നില്ല. അതാണ് നമ്മുടെ പുറകിൽ കൂടെ കാർ ഇറങ്ങുന്ന സ്ഥലം. മുറ്റത്ത് നമ്മുടെ കോഴിക്കോടിൻ്റെ ആവശ്യത്തല്ലേ കാർ പോർച്ച്, അവിടെ കൊണ്ടിടും. കണ്ടോ, അവിടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അത് നമ്മളുടെ വീടിൻ്റെ ബാക്കിൽ ആ കണ്ട ഷീറ്റ് ഇട്ടിരിക്കുന്നതായിട്ടുണ്ട്. അത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പെന്തക്കോസ്താലയെ നമ്മൾ സ്ഥലം 5 സെൻറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തു. എന്നിട്ട് 1992 മുതൽ അവിടെ പെന്തക്കോസ് ചർച്ചും പാസ്നേജും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ അപ്പുറത്ത് പുറകിലും ഒക്കെ നമ്മുടെ ചേട്ടന്മാരാണ്. ഈ ഫ്രണ്ടിൽ ഇതാ ഇവിടെയും വെള്ള പെയിൻ്റ് അടിച്ച വീട് കാണാം. വെള്ള പെയിൻ്റ് അടിച്ച് കണ്ട അവിടെ വഴിയരികയിലായിട്ട് ഇവിടെ റോഡ് സൈഡിലായിട്ട് വാഴ നിൽക്കുന്നതുകൊണ്ടൊന്നും കാണത്തില്ല. അതിൻ്റെ അവിടെയും ഒരു ചേട്ടൻ. ഇനി അപ്പുറത്താണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഇടത്ത് വശത്ത് കോഴിക്കോടിൻ്റെ അപ്പുറം വശം ഉപ്പാപ്പൻ. അങ്ങനെ എല്ലാം അടുത്തടുത്ത് എല്ലാവരും ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ജയയ്ക്കും അജിതയ്ക്കൊക്കെ പേടിയാന്നൊക്കെ പറഞ്ഞതേ നമ്മളുടെ വഴിയിൽ നിന്ന് തൊട്ട് ഇങ്ങനെ റബ്ബർ തോട്ടമല്ലേ വേണ്ടോ വഴി. വേണ്ട വഴി, ആ വഴി തൊട്ടിങ്ങനെ
നമ്മുടെ വീടിൻ്റെ വാതിൽ വഴിയാണ്, മെയിൻ റോഡാണ് ബസ് പോകുന്നത്. ആ വഴിയിൽ നിന്ന് ഇതാ ഇങ്ങനെ ഞാൻ കാണിക്കാം, ഇങ്ങനെ ആ സ്റ്റെപ്പ് കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കണ്ടോ അങ്ങ് പഞ്ചായത്ത് റോഡ് മുട്ടുന്നവരെ റബ്ബർ തോട്ടം കണ്ടോ, അങ്ങ് അപ്പുറത്തോട്ട് ഇങ്ങനെ പഞ്ചായത്ത് റോഡ് വരെ ഇങ്ങനെ ഫുള്ള് റബ്ബർ തോട്ടം കണ്ടോ. ഇത് മൊത്തം ഒരു 1, 2, 3 ഒരു 5-6 ഏക്കർ കാണും. 3-4 പേരുടെയാണ്, നമ്മുടെ കുട്ടികൾ തന്നെയാണ്, അപ്പാപ്പന്മാരൊക്കെയാണ്. ഈ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഈ റബ്ബർ തോട്ടം ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാട്ടോ, നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള. ബാക്കി അതിനപ്പുറത്തോട്ടൊക്കെ ഉള്ളത് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അപ്പാപ്പന്മാരൊക്കെയാണ്. ഫുള്ള് റബ്ബർ തോട്ടം എല്ലാവർക്കും. ഈ നമ്മളുടെ വീടൊക്കെ ഇരിക്കുന്ന അവിടെ എല്ലാം റബ്ബറായിരുന്നു. അതെല്ലാം പണ്ട് ഇവർക്ക് റബ്ബർ ഷീറ്റും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാവരും ഇങ്ങനെ വീടൊക്കെ വെച്ച് ചേട്ടന്മാരൊക്കെ വെച്ചപ്പം റബ്ബറെല്ലാം മാറ്റി കൂട്ടി. അപ്പം നമ്മൾക്ക് ചേട്ടന്മാരൊക്കെ വീട് വെച്ചപ്പം പിന്നെ അങ്ങ് നാട്ടുകൃഷിയാക്കി. വാഴ, കപ്പ, ചേന, കാച്ചിൽ, ചേമ്പ് അങ്ങനെയുള്ളതൊക്കെ ആക്കി ഉണ്ടോ എല്ലാവരും അങ്ങനെയാണ്. അപ്പം ശരി, എല്ലാവരും എൻ്റെ ഫുൾ വീഡിയോ എല്ലാവരും എൻ്റെ ക്രിസ്മസ് സീരീസ് വീഡിയോസൊക്കെ കാണാതിരിക്കരുത്. കാരണം ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാമോ. റംബുട്ടാൻ്റെ ഇല മുഴുവൻ തൂത്തിട്ട് മാറുമ്പോൾ ഉടനെ കണ്ടോ 2 ദിവസമായി ഞാൻ ഇതിൻ്റെ ചോട്ടി തൂത്തിട്ട്. അപ്പം എല്ലാവരും ഞാൻ കഷ്ടപ്പെട്ട ക്രിസ്മസ് സീരീസ് വീഡിയോ എന്ത് പെടാപ്പാട് വെട്ടാന്നറിയാം ചെയ്യുന്നത്. എല്ലാവരും കാണാതിരിക്കരുത്. ഞാൻ രാത്രിയിൽ ഇടുന്നതുകൊണ്ടാണ് ആരും കാണാത്ത. കാരണം നിങ്ങളെല്ലാം ഉറങ്ങിയതിന് ശേഷം ഞാൻ ഇടാൻ പറ്റുന്നത്. കാരണം അങ്ങനെ രാവിലെ വീഡിയോ എടുക്കുകയല്ലോ, ഉച്ച കഴിഞ്ഞല്ലേ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് എല്ലാവരും എൻ്റെ ക്രിസ്മസ് സീരീസ് വീഡിയോസ് കാണാതിരിക്കല്ലേ. ഇതാ നമ്മുടെ റിംഗ് ലൈറ്റ്, ഇതാ സ്റ്റാർ എല്ലാം ആരൻ്റെ പരിപാടിയാണ്. ആരാണോ? മീനായിരിക്കും. മീനല്ല, ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. भैया कैसी है? अच्छा नीचे से आ सकता है है नीचे ऐसे आ सकता है ना रोड आई उधर स्टेप हाँ नहीं देते स्टेप उधर है. താങ്ക് യു. ഹിന്ദിയിൽ ആദ്യം ചോദിച്ചാൽ അപ്പുറത്തോടെ വഴി ഉണ്ടോയെന്നാണ്, കറങ്ങി വരണ്ടേ. അപ്പം പുള്ളി ചോദിച്ച വഴി അപ്പുറത്തോടെ ഉണ്ടോയെന്നാണ്. എനിക്ക് ആദ്യം പിടികിട്ടിയില്ല, പിന്നെ എനിക്ക് മനസ്സിലായി. ഒന്നുകൂടെ പിടികിട്ടിയില്ല, ഒന്നുകൂടെ ചോദിച്ചാൽ എനിക്ക് പിടികിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റെപ്പ് ഉണ്ടെന്ന് എൻ്റെ ഭാഷയിൽ ഹിന്ദിയിലൊക്കെ ഞാൻ പറഞ്ഞു. ഗൂഗിൾ പേ QR कोड फ़ोन नंबर है ഓക്കെ. ബിൽ ബില്ലെടുത്തോണ്ട് അതിനകത്തുണ്ട്. അപ്പം എൻ്റെ മൊട്ട ഹിന്ദി ആണെങ്കിലുവേ അവർക്കും മനസ്സിലാവും, ഞാനും രക്ഷപ്പെടും. ഇവർക്കെല്ലാം പക്ഷേ മലയാളം മിക്കവർക്കും അറിയാം കേട്ടോ. ചിക്കൻ മേടിച്ചതാണ്, വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് ഓരോ റെസിപ്പി നമ്മൾ ചെയ്യുമ്പം QR കോഡ് ഓക്കെ. കണ്ടോ, ഇതാണ് വയ്യ ഇറങ്ങി വന്ന ഇതുവഴിയാണ്. ഓട്ടോ ഇറങ്ങി വരാൻ നോക്കിയത് ഇതുവഴിയാണ്. ഇതാണ് നമ്മളുടെ കാർ ഇറങ്ങി വരുന്ന വഴി. അതിതാ കണ്ടോ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇത് കാർ ഷെഡ്. ഭയങ്കര അഗാധമായ ഒരു ബസ് ഇടാൻ പറ്റുന്ന പോലത്തെ കാർ ഷെഡ്. അദ്ദേഹം സഹായിച്ച് ഇപ്രാവശ്യത്തെ അവധിക്ക് 2022 ഹസ്ബൻഡ് വന്നപ്പം കാർ ഷെഡ്, അതിന് മുമ്പ് പടുതായിരുന്നേ കെട്ടിയേക്കുന്നത് വർഷങ്ങളായിട്ട്. അങ്ങനെ ഇറങ്ങി വന്ന് ഇതാ പുറവശം നമ്മുടെ അടുക്കള വശം. ഇതൊരു വർക്ക് ഏരിയ എന്ന് വെച്ചാൽ നമ്മുടെ ചാർത്തി ഉമ്മ ഇങ്ങനെ അതും ഇതൊക്കെ അലുകുലത്തൊക്കെ ഇങ്ങനെ വെക്കുന്ന ചാക്കോ അതോ എന്തെങ്കിലുമൊക്കെ കോടാലി അങ്ങനെയുള്ളതൊക്കെ അത് കൂട്ടിയിട്ടേക്ക് അവിടെ സ്കൂട്ടർ കയറ്റി വെക്കുന്നത്. ഇന്നലെ സ്കൂട്ടർ നന്നാക്കെ വർക്ക്ഷോപ്പുകാരൻ വന്ന് എടുത്തുകൊണ്ട് പോയി. ഇതൊരു വെറുതെ ഈ കോർണർ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ആർക്ക് ശല്യമില്ല, അത് ഒതുങ്ങി അവിടെ ഇരിപ്പുണ്ട് കണ്ടോ. പിന്നെ ഇതാ നമ്മുടെ ആ വർക്ക് ഏരിയ, ഞാൻ പാചകമൊക്കെ ചെയ്യുന്ന വർക്ക് ഏരിയ. ഈ ഇതിട്ടേക്കുന്നത് കർട്ടൻ ഇട്ടേക്കുന്നത്. പിന്നെ ഇതിലേ കൂടെ അങ്ങോട്ട് വളഞ്ഞാണ് ഫ്രണ്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാർ ഷെഡിൻ്റെ ഇപ്പുറം നമ്മുടെ കോഴിക്കോട് കണ്ടോ. കിടന്ന് ബഹളമാണേ, ഞാൻ ഇത്രയും നേരമായിട്ട് ചെന്നില്ല ഇതിന്. പിന്നെ ആ വീടില്ല, അതാണ് ഉപ്പാപ്പൻ തൊട്ടപ്പുറത്ത് കണ്ടോ. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഒന്ന് തുമ്മിയ കേൾക്കുന്ന പോലെ എല്ലാവരും ഉണ്ട്. നമുക്കിവിടെ ഒന്നും പേടിക്കാനില്ല.
അതെ ചേട്ടൻ്റെ വീട് അവിടെ നിന്നപ്പം തൊണ്ടിയിൽ നിന്നപ്പോൾ കാണാൻ മേലായിരുന്നല്ലോ. ദേ ഇതുണ്ട് നമ്മുടെ ദേ ഇതുണ്ട് തൊട്ടടുത്ത് ഒന്ന് തുമ്മിയാൽ കാണും കേട്ടോ. ഇവിടെ കേൾക്കാം കണ്ടോ. അവിടെ നിന്ന് എന്നാ ഉണ്ട് അത് ഉപ്പാപ്പൻ, അതിൻ്റെ ഇപ്പുറത്തെ ചേട്ടൻ, പുറയിൽ ചേട്ടന്മാർ. ഇതാ നമ്മൾ ഫ്രണ്ടിലോട്ട് വന്നില്ലേ കേട്ടോ. കാർ ഷെഡും കോഴിക്കോടിൻ്റെ അവിടെ നിന്ന് നടന്നതാ. ഇങ്ങനെ വരുമ്പം നമ്മുടെ ഫ്രണ്ടിൽ കണ്ടോ. എന്നിട്ട് ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങി ഇതാ കണ്ടോ, ഈ സ്റ്റെപ്പ് ഇറങ്ങി ഇല്ല ചെന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി വഴി കയറും കണ്ടോ. അങ്ങനെ അല്ലാതെ ഇവിടെ വഴിയില്ലായ്മയോ പേടിക്കാനോ ഒന്നുമില്ല. ഇത് ഉപ്പാപ്പൻ്റെയൊക്കെ പിന്നെ പഴയ വീട്. അതായത് ഇവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും ഒക്കെ അമ്മായിച്ചനെല്ലാം ജനിച്ചു വളർന്ന വീട് കേട്ടോ. അത് വാടകയ്ക്ക് കൊടുത്തേക്കുക. എന്നിട്ടാണ് അവർ താഴെ വേറെ വീട് വെച്ച് കേട്ടോ. ഇതുണ്ട് ഇവിടെയും അപ്പോൾ ഒരു വീട് കണ്ടോ. പുറയിലും ചുറ്റിനും ഞങ്ങൾ നടുക്കുക, ഞങ്ങളുടെ ചുറ്റിനും വീടാണ് നമ്മുടെ തന്നെ. ഈ പുറയിൽ ആ റംബുട്ടാനും വാഴ നിൽക്കുന്നതിൻ്റെ ബാക്കിലായിട്ട് ഒരു ചേട്ടൻ, അതിൻ്റെ അപ്പുറത്തെ പ്രാർത്ഥനാ ഹാള്. പിന്നെ അതിൻ്റെയും ബാക്കി മൂത്ത ചേട്ടൻ ആയിരുന്നു. അവർ വിറ്റിട്ട് പോയപ്പം വേറെ ആൾക്കാർ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വലിയ ആളാണ്. നല്ല മനുഷ്യനാണ്. എപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോൺ വിളിക്കണം, ഓടി വരാമെന്നാണ് പറഞ്ഞിരിക്കുക. അങ്ങനെയൊക്കെയാണ്. പുള്ളി നല്ല മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വരാൻ താമസിച്ചപ്പോൾ ഇതാ പറയുന്നത്, കോഴി മുട്ട ഒത്തി കുടിച്ചിട്ട് തോളിട്ടിരിക്കുന്നുണ്ട്. എന്നോടുള്ള കലിപ്പ് തീർത്ത് ഞാൻ വരാൻ താമസിച്ചപ്പോൾ മുട്ട ഒരെണ്ണം കണ്ടോ. ഇവിടെ ഒരെണ്ണം കണ്ടോ. ആ മൂലയ്ക്ക് 2, 3, 4 എണ്ണം കൊത്തിത്തിന്ന് കാണും. കാരണം ഈ സമയം കൊണ്ട് 4 എണ്ണം ഇടേണ്ടിയതാണ് എല്ലാ ദിവസവും. രാവിലെ 4 എണ്ണം, അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഉള്ള സമയം കൊണ്ടാണ് 10 എണ്ണം 11 എണ്ണം ഒക്കെ ഇടുന്നത്. അപ്പോൾ 4 എണ്ണം സുഖമായിട്ട് കൊത്തി കുടിച്ചില്ലേ. എന്നോട് പ്രതിഷേധം തീർക്കുന്ന ഞാൻ വരാൻ താമസിച്ചില്ല. എനിക്ക് കൊച്ചിനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതിനെ പറഞ്ഞു വിടണമായിരുന്നു. അതിനെ എന്നും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതെ നമ്മൾ 7:30 ആകുമ്പോഴത്തേക്കിനും ആ കൊച്ചു പോകും. കൊച്ച് വാനിന് പോകും. അന്നേരം സ്കൂളിൽ നിന്ന് അത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും മെസ്സിൽ നിന്ന് 2500 കൊടുത്താൽ മതി. സൂപ്പർ ബുഫേ ഫുഡാണ്. ബുഫേ സൂപ്പർ നോൺ വെജ്. ഒരു ദിവസം ആഴ്ചയിലൊന്ന് വെജിറ്റേറിയൻ ഉണ്ട്. അത് ഇന്നലെ ആയിരുന്നു, വെള്ളിയാഴ്ച ദിവസം. അത് പരിപ്പും തോരനും അങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. മെഴുക്കോട്ടി ഏതാണ്ടൊക്കെ അങ്ങനെ നല്ല ഫുഡ് അവിടെ നിന്ന് കിട്ടുന്നതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചോളാൻ ഞാൻ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ വെറുതെ 2 പേർക്ക് വേണ്ടി ഉണ്ടാക്കി അന്നന്ന് ഈ ഉണ്ടാക്കി അതിൻ്റെ ആവശ്യമില്ല. എനിക്കിവിടെ ഇച്ചിരി എണ്ണയിലും മതി. വൈകിട്ട് മാത്രം അരണ്ണ ഞാൻ. എന്നിട്ട് ചൂടോടെ ഞങ്ങൾ കഞ്ഞിയോ ചപ്പാത്തിയോ കപ്പയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അങ്ങനെ എൻ്റെ ആവശ്യമുള്ളല്ലോ. വൈകിട്ടുണ്ടാക്കുന്നത് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഉച്ചയ്ക്ക് കഴിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പകലൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസ് സീരീസ് വീഡിയോ ഇന്ന് ഒരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കാനാണ്. കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കുഞ്ഞു ബിരിയാണി ഇപ്പം കൊണ്ടുവന്ന ചിക്കനും കൊണ്ടല്ല. അയ്യോ അതവിടെ വെച്ചിരിക്കുക, അകത്തോട്ട് കയറട്ടെ. ഇപ്പോൾ കൊണ്ടുവന്ന ചിക്കനും കൊണ്ടല്ല. പിന്നെ ഇവിടെ ഒരു 10-12 കഷ്ണം ചിക്കൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു വെച്ചത് മീനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എടുത്തില്ലായിരുന്നേ. അപ്പോൾ അതുണ്ട്. ഇവിടെ അല്ലേ, ഞാൻ ഇതിലല്ലേ വന്നേ. ബാക്കിൽ കൂടെ കയറട്ടെ. ഇതിലേ അല്ലായിരുന്നു, ഞാൻ ബാക്കിൽ കൂടെ ഇറങ്ങി. അപ്പോൾ ഇതാക്കിയപ്പി തീറ്റ കൊടുക്കട്ടെ. ഇത് തിരക്കാന്നറിയാവോ. അയ്യോ. അപ്പം ഫോൺ വെള്ളത്തിൽ പോകാതെ എന്നിട്ട് ഹാളിൽ ശനിയാഴ്ച എന്തോ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ. അപ്പോൾ നമ്മുടെ ലോലോലി ഇതാ ഒരു മറ്റേ റെഡ് ലേഡി ഉണ്ടോ, നമ്മളുടെ പുതിയതായിട്ട് ഉണ്ടാക്കിയ കിണർ. പിന്നെ ഇത് ആത്തച്ചക്ക ഞാൻ കാണിച്ചല്ലോ, അതേ 4 എണ്ണം ഉണ്ട്. 5 എണ്ണമായിരുന്നു, ഒരെണ്ണം പഴുത്തു. ദേ ഇവിടെ ഒരെണ്ണം പഴുത്ത് നിൽക്കുന്നത്. പറിച്ചില്ലെങ്കിൽ നാളെ അത് ഇത് കൊണ്ട് ചുമന്നിങ്ങനെ വരുമ്പോൾ പറിച്ചോണല്ലേ. വവാലും ഉണ്ട് ചക്ക ഈ വർഷം കായ്ച്ചത്. ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ ഓർക്കുമ്പോൾ നമുക്ക് ഇതങ്ങ് പറിച്ചേക്കാവേ. ആത്തച്ചക്കയെ എൻ്റെ വന്നോ വീഴുവോ. അതെങ്ങനെ പറിക്കും, ഞാനതൊന്ന് പറിക്കട്ടെ. ഇതുണ്ടോ, അതേ കൊട്ടി നോക്കിയപ്പോൾ അത് ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടേ. അപ്പം ഞാനത് പറിച്ചില്ല. വഴുതന, അയ്യോ, തക്കാളി കാന്താരി ഉണ്ടോ. അപ്പോൾ ഇനി അകത്തോട്ട് കയറട്ടെ. ഇതൊക്കെ കാണിച്ചില്ലേ. അപ്പോൾ കോഴിക്ക് തീറ്റ കൊടുക്കട്ടെ. 4 മുട്ട കോഴി തകർത്തു.
അയ്യോ, ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കട്ടെ. ഫ്രിഡ്ജിൽ ഇനിയിപ്പോൾ എല്ലാം ഒരു 10-12 ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് എനിക്ക് ആരൺ ഇന്ന് ഉച്ചയ്ക്ക് കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. അവിടെ കമ്പൈൻ സ്റ്റഡി പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പോയിരിക്കും. അപ്പം ആരൺ അവിടെ നിന്ന് ഉച്ചയ്ക്ക് കഴിക്കുന്ന. വൈകുന്നേരം 4 വരെ അവിടെ ഇരുന്ന് പ്രോജക്റ്റ് വർക്ക് ചെയ്യണം. 4 ആകുമ്പോൾ അവിടെ നിന്നൊരു ഹൊറർ ഫ്ലാറ്റിൻ്റെ വാതിക്കൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പിന്നെ നാവുമ്പടുത്ത് നമ്മുടെ ചർച്ചിൽ അവർക്കെല്ലാം ശനിയാഴ്ച ചർച്ചിൽ 4 തൊട്ട് 6 വരെ വൈകുന്നേരം മീഡിയയുടെ പ്രാക്ടീസ് ഉണ്ട്. അതായത് ആരൺ പ്രൊജക്ടറിൻ്റെ ലാപ്ടോപ്പ് ചെയ്യുന്നത് ദൈവം സഹായിച്ച ആരണാണ്. അപ്പം ആരണിനൊക്കെ അവിടെ മീഡിയയിൽ ചെയ്യുന്ന എല്ലാവർക്കും അവിടെ ചെന്ന് ശനിയാഴ്ച ദിവസം 4 തൊട്ട് 6 വരെ വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ടേ കയറ്റുള്ളൂ. അറിയാവുന്നവരാന്ന് പറഞ്ഞാൽ അറിയാൻ മേലെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച ചർച്ചിൽ കയറ്റും. ഞായറാഴ്ച മീഡിയ ചെയ്യാൻ കേട്ടത്തില്ല പ്രാക്ടീസ് ചെയ്യാത്തവരെ. പക്ഷേ ആരൺ പോകാത്ത ദിവസവും ആരനെ കയറ്റിയിട്ടുണ്ട്. അറിയാവുന്നതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ കയറ്റിയത്. പക്ഷേ നിയമം എല്ലാവർക്കും ബാധക. ആർക്കും അവിടെ ഒരു എന്താ പറയുന്നത്, ഒരു പാർഷ്യാലിറ്റി ചെയ്യത്തില്ല. എല്ലാവരെയും ഒരുപോലെ. അപ്പം അങ്ങനെ പോയിരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നോട്ടോ പിടിച്ച് വന്നോളും. വന്നു കഴിഞ്ഞാൽ പിന്നെ കുളി, ചൂടുവെള്ളത്തിൽ, ഇച്ചിരി ജലദോഷമാണ്, ചൂടുവെള്ളത്തിൽ കുളി, പ്രാർത്ഥന, ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനിയും പ്രോജക്റ്റ് ഒത്തിരി എന്ത് ചെയ്യാൻ. പ്രീ ബോർഡ് ഇപ്പോൾ നടക്കുകയാണ്, അതിൻ്റെയും പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെയും പഠിക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി തിരക്കാരൻ. പാവം, അതിന് ഉറക്കം ശരിയാവുന്നേ ഇല്ല. കിടക്കുമ്പോഴേ കൂർക്കം വലിയ പാവം. എന്നിട്ടും പറയുന്നത് ഞാൻ ഒട്ടും ഉറങ്ങുന്നില്ല കേട്ടോ. എന്നാ വെച്ചാൽ ഉറക്കം തികയുന്നില്ല. അതുകൊണ്ടാണ് പാവം. അന്നേരം പാവമാരണല്ലേ, സാരമില്ല. ഫുഡൊക്കെ ഞാനതുകൊണ്ട് നമ്മുടെ പുറയിൽ റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ ഒരു റബ്ബറിൻ്റെ കമ്പ്, യേശുവേ കരപ്പുറത്തോട്ടൊന്നും വീഴല്ലേ. നോക്കട്ടെ, റബ്ബർ തോട്ടത്തിൻ്റെ കമ്പ് വലുതാണോ ചെറുതാണോ ഒടിഞ്ഞിട്ട് ഒച്ച കേക്ക്. ചെറുതാ ഭാഗ്യം. വലുതാണോ പെരപ്പുറത്തോട്ട് വീഴുക. ഒന്ന് വെട്ടി ഇറക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ഒന്നുകൂടെ ഒന്ന് വിളിച്ച് പറയണം. അപ്പം എല്ലാവരും വീഡിയോസ് കാണണം, കാണാതിരിക്കല്ലേ കേട്ടോ. എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. കോവയ്ക്ക ഇനി ഉണ്ടോ നോക്കട്ടെ. അടുക്കളയുടെ ഒക്കെ കതവ് തുറന്ന് കിടക്കുക. കൃഷിയെല്ലാം അങ്ങ് മടുപ്പായെന്നേ, കഷ്ടം. പിന്നെ കാരണം എന്നാ വെച്ചാൽ പിന്നെ വെയിലും മഴയും റൂള് തെറ്റിച്ച് വരുന്നതുകൊണ്ടേ. ഇനിയിപ്പോൾ ഞാൻ കോഴിക്ക് തീറ്റ കൊടുത്തിട്ടേ ബാക്കിയുള്ളൂ. ഞാനും കഴിച്ചു, ആരണം കഴിച്ചു. ഹെൽത്തി ഫുഡില്ല, അതുണ്ടാക്കി മുട്ടയും പുഴുങ്ങി പഴവും കൂട്ടി കഴിച്ചു. ആരനെ ഞാൻ 2 കഷ്ണം ചിക്കനും വറുത്ത് കൊടുത്തു. ഒരു പീസ് മീൻ ഇരിപ്പുണ്ടായിരുന്നു, അതും വറുത്ത് കൊടുത്തു. ആരന് രാവിലെ തൊട്ട് നോൺ വെജ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെ ചുമയില്ല, ജലദോഷം. അപ്പോൾ ഞാനോർത്ത് ശരിക്ക് ഫുഡ് കഴിക്കട്ടെ എന്ന് വെച്ച് പാൽ കൊടുക്കത്തില്ല ഞങ്ങൾ. ഇപ്പം ഞാനും ആരണം പാൽ കൂടി നിർത്തി. ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി മാസത്തിൽ 2 പ്രാവശ്യം 2 കവർ പാൽ മേടിച്ച് വെക്കും. അത് ഫ്രീസറിൽ കട്ട പിടിച്ചിരിക്കുക, ആവശ്യമുള്ളപ്പോൾ ഷെയ്ക്ക് അടിക്കും. പക്ഷേ ഇപ്പം ജലദോഷമായിട്ട് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചിരിക്കുക. ഒരാഴ്ചയായി പാൽ വാങ്ങിച്ച് ഫ്രീസറിൽ 2 വെച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി അത് ഒഴിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇല്ലല്ലോ. പിന്നെ അപ്പോൾ രാവിലെ ഹെൽത്തി ഫുഡൊക്കെ കഴിച്ചു. ഇനി കോഴിയുടെ കാര്യം അവർക്കും വിശക്കുന്നില്ല, വെള്ളവും തീറ്റയും കൊടുക്കട്ടെ. എന്നിട്ട് 4 മുട്ട കഴിച്ചവർ കോഴി. ഭയങ്കര പ്രതിഷേധക്കാരാണ്. എൻ്റെ 4-8 32 രൂപ പോയി. പോട്ടെ, മൊത്തം കളയാതെ ഫുള്ള് വടിച്ചിങ്ങനെ അവർ വലിച്ചത് കുടിക്കും കേട്ടോ. കാലും കൊണ്ട് ചവിട്ടി ആ തോട് പിടിച്ചിട്ട് അത് വലിച്ച് മുഴുവൻ കൊത്തി കുടിക്കും കേട്ടോ, കളയത്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് ആശ്വാസം, അവർ കഴിക്കട്ടെ, അവർക്ക് ആരോഗ്യം വരട്ടെ. പക്ഷേ എനിക്ക് പൈസ വേണം. ഇതിനെയൊക്കെ അടിച്ച് ശരിയാക്കും. കോഴിത്തീറ്റ കഴിക്കേണ്ട ഇത്രയും പൈസയ്ക്ക് മേടിച്ച് കൊടുത്തിട്ട് പിന്നെയും മുട്ട തിന്നുന്നത്. ഞാനൊന്ന് ചെല്ലാൻ താമസിച്ചാൽ ഇതാ. എനിക്ക് കൊച്ചിനെ പറഞ്ഞു വിടണ്ടേ, കൊച്ചിൻ്റെ കാര്യം നോക്കണ്ടേ. അങ്ങനെ പിന്നെ വെളുപ്പിനെ ഒത്തിരി രാവിലെ ഇറങ്ങിയാൽ മഞ്ഞാന്നേ, തലവേദനയൊക്കെ എടുക്കും. പിന്നെ മഞ്ഞടിച്ച് കൊതുവും കൊണ്ട്, അതുകൊണ്ടാണ് ആരൻ പോയിട്ടാട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയായി. ഇതൊക്കെയാണ് എൻ്റെ കാര്യം. ഒരു ശക്കല സമയം ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഫുൾ ടൈം റെസ്റ്റ് ഇല്ലാതെ പണിയാണ്. എന്നിട്ട് നമ്മൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെക്കുമ്പോൾ ആരും കാണാത്തപ്പോൾ എന്ത് സങ്കടം വരും. അതാ കണ്ടോ, ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയയിലെ. അകത്തൊക്കെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, നിങ്ങൾ ഓരോ മുറിയും കാണുന്നതല്ലേ. ഇത് ഞാനിങ്ങനെ നമ്മൾ ഈ മസാല ദോശയൊക്കെ വാങ്ങിക്കുമ്പം പാത്രം കിട്ടുമല്ലോ, അതിൻ്റെ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. അത് ഞാനിവിടെ തൂക്കാൻ വരുന്ന പിള്ളേരോട് എടുത്തുകൊണ്ട് വെക്കോളാൻ പറയും. ഞാൻ അവർക്ക് വല്ല കറിയൊക്കെ കൊടുത്തു വിടുന്നതും ഒക്കെ അതിനകത്താണ്. എന്നിട്ട് തിരിച്ചു തരണ്ടെന്ന് പറയും. കാരണം ഇതെല്ലാം കൂടെ ചുമ്മാ ഞാനിങ്ങനെ ചാക്കിലിട്ട് വെക്കും, അവർ വരുമ്പോൾ എടുത്തുകൊണ്ട് വെക്കോളും. പിന്നെ ഇതാ ഉറി കണ്ടോ, ഇതാണ് നമ്മളുടെ വർക്ക് ഏരിയ. സിങ്കിൻ്റെ അവിടെ കാണിക്കുന്നില്ല, 2 പാത്രം കഴുകാൻ കിടപ്പുണ്ട്. നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും. ചീത്ത വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഇനിയിപ്പം പാത്രം കഴുകാൻ പോകും കോഴിക്ക് തീറ്റ കൊടുത്തിട്ട്.
ഓക്കെ, ജയം അജിതയും വന്നപ്പോൾ സിങ്ക് നിറച്ച് മാത്രം കിടക്കുക. എന്നാ ചെയ്യാനേ, കൈ ഒഴിയണ്ടേ. ഒന്നാമത് ശനിയാഴ്ച ദിവസം നമ്മൾ ഇച്ചിരി താമസിച്ച് എഴുന്നേക്കുള്ളൂ, 8 മണിയൊക്കെ ആകും. അയ്യോ, ആകെ ഒരു ശനിയാഴ്ചയല്ല ഉറങ്ങുന്നത്. ഞായറാഴ്ച പോലും 5:30 എഴുന്നേൽക്കണം. ബാക്കി ദിവസമൊക്കെ എല്ലാ ദിവസവും 6 മണിക്ക്, ശനിയാഴ്ച മാത്രം 8 മണി. എനിക്ക് പറയാൻ ഒരു മടിയില്ല, ചെയ്യുന്ന കാര്യം പറയുന്നതിന് തന്നെ. ഉറങ്ങണ്ടേ മനുഷ്യന്. അയ്യോ. ഓക്കെ, ഇന്നലെ രാത്രി ഈ ഉറക്കളപ്പ് ഇങ്ങനെ ഒരാഴ്ചത്തെ ഉറക്കളപ്പ്. ഇന്നലെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രഷർ നോക്കും. ഇന്നലെ വൈകിട്ട് നോക്കിയപ്പോൾ 169. പിന്നെ അങ്ങ് വെപ്രാളം കയറിപ്പോയി. പിന്നെ ഗുളിക ഒരെണ്ണം കഴിച്ചു. ഉറക്കം ശരിയായിട്ടാ. പിന്നെ ഈ വീഡിയോ ഒന്നും ഇട്ടിട്ട് ആരും കാണാതിരുന്ന ടെൻഷൻ വരുമെന്നേ. പിന്നെ എന്താണെന്ന് പറയാം, എന്നിട്ട് പിന്നെ ഇന്നിപ്പം രാവിലെ ആരൻ നോക്കിപ്പിച്ചിട്ടാണ് പോയത്. നോക്കിക്ക് രാത്രി കൂടുതലില്ലായിരുന്നോ, ഇപ്പം നോക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കിയപ്പോൾ 112. അത് പിന്നെ കുഴപ്പമില്ല, ഞാൻ ആഹാരം കഴിച്ചല്ലോ, അതുകൊണ്ട് ഇനി അങ്ങനെ കുറഞ്ഞു പോകത്തൊന്നുമില്ല. എനിക്ക് ലോ പ്രഷറായിരുന്നു ഞാൻ. എന്നിട്ടിപ്പം ടെൻഷൻ പിടിക്കുമ്പോഴേ ഇങ്ങനെ. സാരമില്ല പോട്ടെ അല്ലേ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി വൈകുന്നേരം ദിവസമാഴ്ച ഞാൻ ഉച്ചയ്ക്ക് മുമ്പിടാം. ഉച്ചയ്ക്കല്ല, ഈ ബിരിയാണി ഉണ്ടാക്കിയ ഉടനെ ക്രിസ്മസ് സീരീസിലാണ്. എന്നിട്ട് ഇന്നൊരു നല്ല പച്ച സാരി, ഞാൻ പറഞ്ഞില്ല, ഒറ്റ കളർ. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് ദിവസമാഴ്ച 6:30 6:45 വരെ. അപ്പം ദിവസമാഴ്ച എനിക്കൊരു 3-3:30 ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് സീരീസ് പിന്നെ ബിരിയാണിയുടെ ഇത് ഇടണമെന്നുണ്ട്. പാചകം ബിരിയാണി നീട്ടത്തില്ല, പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കാണിക്കും. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്നല്ലേ ഉള്ളൂ ക്രിസ്മസ് സീരീസിൻ്റെ, അങ്ങനെ മാത്രം പെട്ടെന്ന് ബിരിയാണി കാണും. പിന്നെ ബീട്രൂട്ട് വൈനും ബീട്രൂട്ട് കേക്ക് സൂപ്പറാണ്. അത് കണ്ടിട്ട് ഒത്തിരി പേരുണ്ടാക്കി എന്നോട് പറയുകയൊക്കെ ചെയ്തു. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പം നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഞാൻ കേക്ക് ഇന്നലെ വൈകുന്നേരം രാത്രി ആയപ്പോൾ ഒരു 6:30 ആയപ്പോൾ ആരൻ്റെ ടീച്ചറിൻ്റെ കൂടെ ഒരു സ്ഥലത്ത്, അത് പറയാനൊക്കത്തില്ല, സീക്രട്ടാണ്. അപ്പം കേക്ക് കൊടുത്തപ്പം എനിക്കൊരു പേഴ്സൊക്കെ, ഭയങ്കര നല്ല ഒരു വലിയ പേഴ്സൊക്കെ, എനിക്ക് പുത്തൻ പേഴ്സ്, കവർ പൊട്ടിക്കാത്ത ഗിഫ്റ്റ് കിട്ടിയതായിരിക്കും, കോംപ്ലിമെൻറ്റ് മിസ്സിന്, അല്ലെങ്കിൽ മിസ്സ് വാങ്ങിച്ചതായിരിക്കും. പക്ഷേ മിസ്സ് എനിക്കത് കൊടുത്തു വിട്ടു, ആരൻ്റെയും അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ് ടീച്ചർ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ യൂത്ത് മീറ്റിങ്ങിന് പോയില്ലേ, മിസ്സിൻ്റെ വീട്ടിൽ പോയെന്നും പറഞ്ഞ് ഞങ്ങൾ പോയില്ലേ. അപ്പോൾ ആ മിസ്സിൻ്റെ എടുക്കാൻ മിസ്സ് വിളിച്ചപ്പോൾ, എടാ എൻ്റെ കൂടെ ഒന്ന് വന്നേടാന്ന് പറഞ്ഞ് കൂട്ടിന് വിളിച്ച്. അപ്പോൾ മിസ്സും ആരണം കൂടെ ഒരു സ്ഥലത്ത് പോയി. അപ്പം ഞാൻ കേക്ക് കൊടുത്തു വിട്ടായിരുന്നു. ബീട്രൂട്ട് കേക്കിൻ്റെ ഒരു കുഞ്ഞു പീസ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ പ്ലം കേക്കും ഉണ്ടായിരുന്നു. എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സൂപ്പറാട്ടോ, സൂപ്പറാണ്, നൈസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു. നൈസാണ്, വളരെ സൂപ്പറാണ്. എൻ്റെ മമ്മിക്ക് ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കും, പിന്നെ എനിക്കത് മാത്രമേ ഇഷ്ടമുള്ളൂ, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് ബീട്രൂട്ട് കേക്ക്. എനിക്ക് മനസ്സിലാരൻ പറഞ്ഞായിരുന്നു, പ്ലമ്മും ബീട്രൂട്ട് കേക്കും ഞാൻ കഴിച്ചു, മമ്മിയും കഴിച്ചു, സൂപ്പറാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിന്നെ നമ്മുടെ വൈനില്ലേ, കാണിക്കാവേ. നിങ്ങൾ പാത്രം കഴിയാൻ കിടക്കുന്ന കണ്ടെന്ന് തോന്നുന്നു, ഫോൺ ഞാൻ തിരിച്ചപ്പോൾ അല്ലേ. കണ്ടാലും എനിക്ക് നാണം കേടില്ല, കാരണം എന്നാ വെച്ചാൽ എൻ്റെ കുഴപ്പമല്ലേ. ഇത് കണ്ടോ, ഞാൻ ഇന്ന് രാവിലെ ഇളക്കി, എല്ലാ ദിവസവും ഇളക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇളക്കുമ്പോൾ ഞാനിങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒരു ശകലം കയ്യിൽ ഇങ്ങനെ ഒഴിച്ച് നക്കി നോക്കുവേ. എൻ്റെ മോനോ ഇന്ന് നക്കിയപ്പോൾ ഇല്ലേ ഭയങ്കര വീര്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി 6 ആഴ്ചയൊന്നും ഇരിക്കണ്ട, ഇതിപ്പം ഈ ക്രിസ്മസിന് നമുക്ക് എന്തായാലും എടുക്കാം കേട്ടോ. ഭയങ്കര നല്ല, ഇപ്പോൾ തന്നെ 4-ാം ദിവസം 3-ാം ദിവസം എങ്ങാണ്ടല്ലേ ആയുള്ളൂ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, അല്ല ഭയങ്കര വീര്യം വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കുടിക്കണം. മുന്തിരിയുടെയും ഇതും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കുടിച്ചാലല്ലേ ശരീരത്തിന് നല്ലതല്ലേ. പിന്നെ ഈ ഇരിക്കുന്ന ഒരു കുപ്പി ലോലോലി, ഒരു കുപ്പി ഇരുമ്പപ്പുളിയുടെ ഇത് ലോലോലിക്ക ഉപ്പിലിട്ട്, ഈ ഭരണിക്കകത്തും ലോലോലിക്ക ഉപ്പിലിട്ട്. ഇതെൻ്റെ വലിയമ്മ എനിക്ക് തന്ന, എൻ്റെ അപ്പൻ്റെ അമ്മ കുടുംബസ്വത്തായിട്ട് തന്നതാണ്. സോ ദിസ് ഈസ് വെരി പ്രഷ്യസ് ടു മീ. ഇന്നും രാവിലെ വലിയമ്മയുടെ കാര്യം പറഞ്ഞ് തുണി തയ്ച്ച് ആരൻ്റെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരഞ്ഞതേ ഉള്ളൂ. കാരണം എന്തോ ആരൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അതെൻ്റെ ജോർജിയേട്ടൻ്റെയും മേരിച്ചെടുത്തിയുടെ കൊച്ചുമകളല്ലേ ഞാൻ, അപ്പോൾ അങ്ങനെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പം ആരൻ പറയാവോ, ഓ അങ്ങനെ പറയുക എന്നുവെച്ചാൽ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതല്ലേ. കാരണം അവരുടെ ഗുണങ്ങളാണ് എനിക്കെന്ന് ഞാൻ പറഞ്ഞു. നമ്മളുടെ ടിപ്സ് ചെയ്യുന്നതിൻ്റെ സാധനങ്ങളാണ് വെച്ചിരിക്കുന്നത്. മുറ്റത്തുനിന്ന് വർക്ക് ഏരിയ കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറി നമ്മളുടെ ഇതായി മോദോ വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇത് നമ്മളുടെ കിച്ചൺ, ഒറിജിനൽ കിച്ചൺ. പിന്നെ ഉണ്ടോ, വിറക് കത്തിക്കുന്ന അടുപ്പും ഒരു ഗ്യാസ് ഇവിടെയുണ്ട്. ഉണ്ടോ, ഇത് ഇന്നലെ വൈകിട്ട് കഴുകി വെച്ച പാത്രം ഇവിടെ ഇരിക്കുക. നമ്മുടെ കേക്കിൻ്റെയും കപ്പ പുഴുങ്ങിയതും എല്ലാം പാത്രം ഞാൻ കഴുകി വെച്ചത്, എടുത്തു വെച്ചില്ല. ഇതിന്നിപ്പം ബിരിയാണി ഉണ്ടാക്കാനുള്ള ബിരിയാണി അരിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന കണ്ടോ. ഇത് നമ്മളുടെ അടുക്കള. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട്
ഡൈനിങ് ടേബിള് വിശദമായിട്ട് പിന്നെ കാണിക്കാം കേട്ടോ. ഇനി ഇവിടെ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്, ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പം ഒരു കുഞ്ഞുമുറി, അതിൻ്റെ അപ്പുറത്ത് വലിയ ചായ്പ്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഒരു മുറി, അതിൻ്റെ അകത്തോട്ട് ഒരു കഥ കണ്ട അവിടെ ഒരു വലിയ ചായ്പ്. ഇനി ഇവിടെ ഇതാ ആരൻ ബെഡിൻ്റെ ഷീറ്റ് പുതപ്പ് അവിടെ ഇട്ടേക്ക് കഴിഞ്ഞ് അത് മടക്കി വെക്കണം. ഇത് ആരൻ കിടക്കുന്നത് ഒരു റൂം, ഇതെൻ്റെ പ്രാർത്ഥിക്കുന്ന ഇത് ഞാൻ കിടക്കുന്ന ബെഡ്. ഇവിടെ ടി വി വെച്ചിരിക്കുന്നത്, ടി വി കേബിൾ കട്ട് ചെയ്തേക്കുക. ഇതിന് മാത്രമേ എടുക്കുകയുള്ളൂ സമ്മർ വെക്കേഷൻ. ഇപ്പം ക്യാമറയുടെ ദൃശ്യങ്ങൾ കാണിക്കാൻ മാത്രം. അത് ആരൻ്റെ പുതപ്പ് മടക്കിക്കൊണ്ടിരുന്നപ്പോൾ ആരൻ ഓട്ടോ വരും എളുപ്പം ഗേറ്റ് തുറന്നതാണെന്നും പറഞ്ഞ് വിളിച്ചത് ഉണ്ടോ. ക്യാമറയുടെ ദൃശ്യങ്ങൾ നമ്മുടെ വീടിൻ്റെ 4 ഭാഗവും മുക്കും മൂലയും ഫുള്ള് കാണാം. റബ്ബർ തോട്ടത്തിൻ്റെ പകുതി വരെയും കാണാം, എല്ലായിടവും കാണാം ഉണ്ടോ. നല്ല ക്ലാരിറ്റിയായി. ഇതിങ്ങനെ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടാണ്. പിന്നെ ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്ന തിണ്ണ, അടച്ചു കെട്ടിയ തിണ്ണ, സിറ്റ് ഔട്ടില്ല. ഡൈനിങ് ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇതാ ഇപ്പോൾ കാണിച്ചു വന്നപ്പോൾ എന്നാൽ ഫുള്ളും കാണിച്ചേക്കാം. ആരനെ രാവിലെ ആവി പിടിപ്പിച്ചിട്ട് ടീപ്പോടെ വിരി ഞാൻ കഴുകാനിട്ടേക്കും. ആരൻ്റെ 2 വയലിൻ, ഇത് ആഷറിൻ്റെ കീബോർഡ്, അത് നമ്മുടെ 6 കുഞ്ഞുങ്ങളുണ്ടായി അതിനകത്തുണ്ട്. ഇത് ബ്ലൂടൂത്ത് സ്പീക്കർ, ഇത് 2ാമത്തെ സ്പീക്കർ. ആദ്യത്തേത് കുറേ വർഷം ഉപയോഗിച്ചു, അവിടുന്ന് ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ വേറെ വാങ്ങിച്ചു. ഇതാ ഈ മുറി ലൈറ്റ് ഇടുന്നില്ല, ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ ചായ്പ്, ഇവിടെ ഈ ചായ്പിൽ ഇത്രയും ഭയങ്കര വലുതായതുകൊണ്ട് അയ കെട്ടി ഇവിടെയാണ് ഞാൻ കോഴിയുടെ വളർത്താൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈച്ച പിടിക്കും മുറ്റത്തിട്ടാലെന്ന് വെച്ച് ഞാൻ ഇങ്ങനെ ഇതിനകത്ത് അയ കെട്ടി തുണി വിരിച്ചേക്ക്. ലൈറ്റ് ഇടുന്നില്ല, ഇടണം. ഇതാ കണ്ട, താഷർ ഇവിടെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അയ്യോ. പിന്നെ ഒരു ആഷറിന് കൊണ്ടുപോകാൻ പറ്റാഞ്ഞൊരു പെട്ടിയാണ്. അത് കൊണ്ടുപോകാൻ പറ്റാഞ്ഞല്ല, അതിന് വലിപ്പം പോരായിരുന്നു. പിന്നെ പോയി 2ാമത് ഞങ്ങൾ വേറെ ഒരു വലിയ വലിപ്പമുള്ളത് വാങ്ങിച്ചപ്പം ആഷർ അത് കൊണ്ടുപോയി. എന്നിട്ട് ഇതിവിടെ വെച്ചു. ഇവിടെ അങ്ങ് കാണിച്ചേക്കാം. അപ്പോൾ പിന്നെ വീടിനാവും ഫുള്ളും കണ്ടെന്ന്. ഇത് മിച്ചം വന്ന് ഡെക്കറേറ്റ് ചെയ്തതിൻ്റെ ബാക്കി. ഇത് ട്രീ ആരൻ തന്നെ ഉണ്ടാക്കിയാണ്. കുറച്ചുകൂടെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആരന് തിരക്കല്ലേ. ഇവിടെ ഇത് ആരൻ്റെ കട്ടിലും ആരൻ്റെ റൂമാണ്. പക്ഷേ ഇവിടെ കിടക്കത്തില്ല, എൻ്റെ കൂടെ കിടക്കുന്നത്. ഇതാ ബുക്ക് ഷെൽഫ് കണ്ടോ. 1000കണക്കിന് പുസ്തകങ്ങളാണ് എനിക്ക് കളക്ഷനുള്ള. ഉണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് കണ്ടോ. എല്ലാം വായിച്ചത് ആണ്, വായിക്കാത്ത കുറച്ചേ ഉള്ളൂ. അതിനകത്തോട്ടുണ്ട്. ഇത് ഫസ്റ്റ് റോ ആയത്, അതിൻ്റെ ബാക്കിൽ കണ്ടോ അങ്ങനെയുണ്ട്. അപ്പോൾ നോക്കി എത്ര പുസ്തകം ഇവിടെ ഉണ്ടെന്ന്. 2 റോ ആയിട്ടാണ് ഈ ഒരു പൊക്കത്തെ ഷെൽഫിൽ. താഴെ ഉള്ളൂ ഇങ്ങനെ ഒറ്റ റോ ഉണ്ടോ. മേലത്തെ ഷെൽഫിൽ 2 റോ ആയത്. ബാക്കിലിരിക്കുന്നുണ്ടോ, ബാക്കിൽ ഉണ്ടോ, ബാക്കിലും വെച്ച് അങ്ങനെ എല്ലാം അങ്ങേയറ്റം വരെ ബാക്കിലും ഉണ്ട്. അപ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കി. ആരൻ സ്കൂളിൽ പോകുമ്പം വീട്ടിലിടുന്ന ഉടുപ്പ് ഈ ക്യാരിയർ ഇട്ടിട്ടാണ് പോകുന്നത്. ഞാനതിപ്പോൾ കഴുകാനായിട്ട് ഇട്ടു. ഇത് ഒരെണ്ണം ഇന്നലെയോ മിനിഞ്ഞാന്നോ എവിടെ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇന്നലെ ടീച്ചറിൻ്റെ കൂടെ പുറത്ത് പോയപ്പോൾ ഇട്ടത് ഊരിയിട്ടിരിക്കുക. അതെന്നാണോ ഇന്നിട്ടുകൊണ്ട് പോകാൻ. പുള്ളിക്ക് ഇഷ്ടമുള്ള പോലെ ഉള്ളൂ. ഇത് ആരൻ്റെ ടേബിൾ ഒക്കെയാണ്. പക്ഷേ ആരൻ അവിടെ ഒന്നും ഇരുന്ന് പഠിക്കത്തില്ല. ഇത് നമ്മളുടെ മറ്റേ കോഴിക്കോട് കഴുകാൻ മേടിച്ച പമ്പ് ഇതെൻ്റെ അമ്മയ്ക്ക് ശ്രീധനം കിട്ടിയ ഡ്രസ്സിങ് ടേബിൾ. എൻ്റെ അമ്മ എനിക്ക് തന്നതാണ് ഒരു 3-4 വർഷം മുമ്പ്. ഞാനായിരുന്നു വീട്ടിൽ അതെല്ലാം പോളിഷ് ചെയ്ത് എന്നും തൂത്തുടച്ച് വൃത്തിക്കിടുന്നത്. അപ്പം അപ്പം പറഞ്ഞു ജോമോക്ക് കൊടുത്തേക്കത് അവൾ പിന്നെ സൂക്ഷിച്ചോളൂന്ന്. വേറെ ആർക്കും കൊടുത്താലും സൂക്ഷിക്കുകയില്ല. 3 അനിയത്തിമാർക്കും അവർ നല്ലതൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നെഗ്ലക്റ്റ് ചെയ്ത് ചിലപ്പോൾ അവോയ്ഡ് ചെയ്ത് ഡിസ്പോസ് ചെയ്യും. അത് ഉറപ്പായ കാര്യം. പക്ഷേ എനിക്ക് എൻ്റെ വല്യപ്പൻ വല്യമ്മ എൻ്റെ അപ്പനമ്മ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് സ്ത്രീധനം കൊടുത്തത്. എനിക്ക് അതൊക്കെ പ്രഷ്യസ്. നമുക്ക് ഈ പാരമ്പര്യ എന്ന് വെച്ചാൽ ഈ എന്നാ പറയുന്നത് അങ്ങനെ ഉള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടാൻ ഭയങ്കര പാടുള്ള, നമ്മളത് ഭയങ്കര പ്രഷ്യസ് എനിക്ക്. അപ്പോൾ എൻ്റെ വീട്ടിലല്ല ഇത് വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന, ഇത് നമ്മളുടെ ബാത്റൂം, 1 and only ബാത്റൂം ഉണ്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ബാത്റൂം ഭയങ്കര ഇഷ്ടം. വൃത്തിയാണെന്ന് പറയുന്നത്. എപ്പോഴും കഴുകി നീറ്റാക്കി. അല്ല ഞാനിവിടെ ചെവിയും തലയും കെപ്പിക്കുക എല്ലാവരെയും. നമ്മളുടെ വാഷിംഗ് മെഷീൻ അലക്കാൻ പോവാണ്. തുണി എടുത്തിട്ടിരിക്കുന്നു. 3 ദിവസത്തെ തുണിയുണ്ട്. ഈ റൂം ഈർപ്പടിക്കുന്നതുകൊണ്ട് പെയിൻറ്റ് പെട്ടെന്ന് പൊളിഞ്ഞു പോകും. അജിതയും പിന്നെ ഇത്
ഇതൊക്കെ വന്നിട്ട് ജയൊക്കെ വന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ എല്ലാ വീട് ഫുള്ള് നീറ്റാന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ പെയിൻ്റ് ഇളകിപ്പോന്നു ഉണ്ടോ, ഈർപ്പം അടിക്കുമ്പോഴേ. എല്ലാ റൂമിലും വേസ്റ്റ് ബിന്നുണ്ട്, എല്ലാ റൂമിലും. അല്ലെങ്കിലേ വൃത്തികേടാക്കും. കൈ കിട്ടുന്ന പേപ്പറെല്ലാം ഇത് കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. ഇന്നലെ രാത്രി പെട്ടെന്ന് 1-2 ചുമ്മാ ഞാൻ അലക്കിയായിരുന്നേ. ബാക്കി രാത്രി തന്നെ അലക്കാമെന്ന് വെച്ചിട്ട് നടന്നില്ല. പിന്നെ ഇന്ന് അലക്കാലോ അങ്ങനെ. ഇത് ഡൈനിങ് ടേബിൾ. ഇതെൻ്റെ അപ്പൻ എനിക്ക് 2009 വാങ്ങിച്ചു തന്ന. 2009 ഞങ്ങളുടെ പേരിൽ ഈ വീട് എഴുതി തന്നപ്പം ഞങ്ങളെ വാടകയ്ക്ക് ഞങ്ങൾ 5 വർഷം താമസിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ചോരുന്നതുകൊണ്ട് ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ വീട് ഫുള്ളും ചോരും. ബെഡ്ഷീറ്റും നല്ല ടർക്കിയൊക്കെ എടുത്തിട്ടിരിക്കുക. ഈ മൂല ചോരും, അതിനെടുത്തിട്ടിരിക്കുന്നത് കണ്ടോ, അവിടെ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ ചോരും. ഭിത്തിയെ കൂടെ ഒലിച്ച് ഇങ്ങനെ വരും. അപ്പോൾ തെന്നി വീഴുകയല്ലേ, ഞാനും ആരണം ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കാതെ അതിനിട്ടിരിക്കാം. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഈ പേരിൽ ഈ വീട് എഴുതി തന്നപ്പോൾ ഞങ്ങൾ വാടക വെട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അപ്പൻ എനിക്ക് ഇങ്ങോട്ട് ഞങ്ങൾ ജീവിതം ആരംഭിച്ചപ്പം 2009 12,000 രൂപ അന്ന് വാങ്ങിച്ചു തന്ന 6 ചെയറും ഈ ടേബിളും. പിന്നെ ഈ കബോർഡിൻ്റെ ഇത് കണ്ട തടി തേക്കാണേ, അതെൻ്റെ വീട്ടിൽ നിന്ന തേക്ക് അപ്പൻ എനിക്ക് തന്നതാണ്. അപ്പോൾ ഞാനതെല്ലാം കളയാതെ ഉപയോഗിക്കുന്നതുകൊണ്ട് അപ്പൻ അതൊക്കെ എനിക്ക് തരുന്നത്. ഞാൻ നശിപ്പിച്ച് കളയത്തില്ല. അപ്പോൾ അതിന് ഞങ്ങൾ ഫ്രെയിം ഉണ്ടാക്കിയതാണ്. ഇതിനും ഞങ്ങൾ കിടക്കുന്ന ഈ മുറിയിൽ കണ്ടോ, ഇതിനും ഫ്രെയിം ഉണ്ടാക്കിച്ചു, ആ തേക്ക് വെച്ചുണ്ടാക്കിയ. അങ്ങനെയൊക്കെ ഈ സെറ്റിയൊക്കെ വാടക വീട്ടിൽ വെച്ച് ഞങ്ങൾ എല്ലാം മേടിച്ചതാണ്. ദിവാനും സെറ്റി ടീപ്പോയും എല്ലാം. ഇതിന് മുമ്പുള്ള ഇത് ഖത്തറിൽ നിന്ന് കൊണ്ടുവന്നു. ഇതിന് മുമ്പുള്ള TV ഒക്കെ LGയുടെ അതൊക്കെ ഞങ്ങൾ വാടക വീട്ടിൽ വെച്ച് എല്ലാം ഉണ്ടാക്കി. അവിടെ വെച്ച് ഫ്രിഡ്ജും മേടിച്ചായിരുന്നു. 18,500 ഗോദ്രേജിൻ്റെ ഡബിൾ ഡോർ. അതെല്ലാം കഴിഞ്ഞാണ് ഈ 2 വർഷം മുമ്പ് ഇത് വാങ്ങിച്ചത്. അങ്ങനെയൊക്കെ എല്ലാം ദൈവം സഹായിച്ച് ഞങ്ങളെ. സീറോയിൽ നിന്ന് ഞങ്ങളുടെ ജീവിതം സ്തോത്രം. സീറോയിൽ തുടങ്ങിയതാണ്, യേശു ഇതുവരെ എത്തിച്ചു. ഒന്നുമില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയതാണ് വാടകയ്ക്കും. അതൊക്കെ ഒരു കാലം. പക്ഷെങ്കിൽ ഞങ്ങൾ ഭയങ്കര കയ്യോടെ ഇറങ്ങി വന്നു. ശൂന്യമായി പോയതാണ്. കയ്യോടെ നിറഞ്ഞു തുളുമ്പി ദൈവം ഞങ്ങളെ ഇവിടെ തന്നെ വരുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങൾ ആഗ്രഹിച്ചതല്ല ഇവിടെ വരണമെന്ന്, പക്ഷേ കർത്താവ് വരുത്തി. കാരണം യേശുവിന് ഞങ്ങളെക്കുറിച്ച് ഇവിടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം സ്തോത്രം. അപ്പോൾ ഒത്തിരി കഥകൾ ഞങ്ങൾക്ക് ഇതുപോലുണ്ട്. ഞങ്ങൾ 4 പേരൂടെ ദൈവത്തിൽ ആശ്രയിച്ച് സ്ട്രഗിൾ ചെയ്ത് ഇവിടം വരെ എത്തിയത്. നിന്ദിച്ചെടുത്തും പരിഹസിച്ചെടുത്തൊക്കെ ദൈവം മാനിച്ചു. അതുകൊണ്ട് ഈ ഭയങ്കര ഒച്ചേരി അലറിക്കൂയി ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല, ഞാൻ ചുമ്മാ അങ്ങ് പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. പുസ്തകം എഴുതാൻ മാത്രം കഥകളുണ്ട് ഇവിടെ ഞങ്ങൾക്ക്. ഓക്കെ, സെൻറ്റി അടിച്ച് റീച്ച് നേടാനല്ല കേട്ടോ, ഞങ്ങളുടെ ജീവിതം അറിയണമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സെൻറ്റിക്ക് വേണ്ടിയല്ല ലൈക്ക് ചെയ്യേണ്ടത്. എൻ്റെ വീഡിയോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നമുക്ക് അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കരയുമ്മ.